ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്ന വീഡിയോ മോൺസ്റ്റീറ ചെടിയെക്കുറിച്ചാണ്. ഇതാണ് കേട്ടോ മോൺസ്റ്റീറ ചെടി. അപ്പോൾ എല്ലാവർക്കും ജെസ്സിസ് ഗാർഡൻ വോയിസിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ചെടിയുടെ പേരാണ് മോൺസ്റ്റീറ എന്ന്. ഈ ചെടിയുടെ സയൻറ്റിഫിക് നെയിം മോൺസ്റ്റീറ ഡെലീസിയോസ എന്നാണ് കേട്ടോ. ഇതിൻ്റെ ഫാമിലി അരേസിയ ഫാമിലിയാണ്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളാണ്. ഇത് നോക്കിയാൽ ഇതിൻ്റെ ഇലകൾ വലിയ ഇലകളും ഹാർട്ട് ഷേപ്പുമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഈ ഇലകളുടെ എല്ലാം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കും. ഇത് നോക്കിയാൽ എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഇതിന് ഓരോ ഹോളുകളുണ്ട്, കണ്ട. അതാണ് ഈ ചെടിയുടെ പ്രത്യേകത. ഇലകൾ നല്ല തിക്കുമായിരിക്കും. ഇത് നോക്കി, ഇതെന്തൊരു വലിയ ഇലയാന്ന് നോക്കിയേ, കണ്ടോ. ഇതിൻ്റെ ഹോളുകൾ നോക്കിയേ, ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്. ഈ ചെടിക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ ഇപ്പം. കാരണം ഇത് ഒരില ഉണ്ടായി കിട്ടാൻ ഒരു 6 മാസം തന്നെയെങ്കിലും പിടിക്കും ഒരില ഉണ്ടാവാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് നല്ല ഡിമാൻഡാണ്. നമ്മൾ ഈ ചെടി ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് വലിയ ഹോട്ടലുകളുടെ മുമ്പിലും ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സെറാമിക് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണ കാണാം. ഇത് നല്ല ഗ്രീൻ കളറാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ. ഈ ഇലകളുടെ ഇതിൻ്റെ കീടശല്യം എന്ന് പറയുന്നത് ഒച്ചുകളാണ്. രാത്രി ഒച്ചുകൾ വന്ന് ഈ ഇലകൾ തിന്നും. അതാണ് ഇതിൻ്റെ കീടശല്യം. ഇതിൻ്റെ അധികം വെയിൽ ഇതിന് ആവശ്യമില്ല കേട്ടോ. ഇത് മഴക്കാടുകളിൽ കാണുന്ന ചെടിയായതുകൊണ്ട് ഇതിന് വെയിൽ ഒട്ടും തന്നെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ അധികം നനയും ഇതിന് ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ നനച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് നടുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് തൈക്കൾ വരുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് തണ്ടുകൾ മുറിച്ചാണ് ഇത് നടണത്. ഇത് തൂക്കിയിട്ടും വളർത്തില്ല, പടർന്ന് കയറുന്ന ചെടിയല്ല. കാരണം ഇതിൻ്റെ തണ്ടുകൾ കണ്ടോ, ഈ തണ്ടുകളുമേന്ന് വേരുകൾ വന്നുണ്ടോ. ഈ വേരുകൾ ഈ ചെടീനെ നന്നായിട്ട് താങ്ങി നിർത്തും. നമ്മളിത് നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകൾ വശം കട്ട് ചെയ്ത് നല്ല വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ മുകൾ വശം കട്ട് ചെയ്ത് നമുക്ക് നടാം. പിന്നെ ബാക്കിയുള്ള തണ്ടുകൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് നടാം. സാധാരണ മണ്ണിൽ നട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് തേച്ച് കൊടുക്കണേ. ഞാൻ എപ്പോഴും സാഫാണ് തേച്ച് കൊടുക്കാറ്. ഇത് കണ്ട, ഈ സാഫ് തേച്ച് കൊടുത്താൽ അത് ചീഞ്ഞു പോവില്ല. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് നട്ട ചെടിയാട്ടോ ഇത്. ഇതിപ്പോൾ മുള വന്നെ നോക്കിയേ, ഇതങ്ങനെ നട്ടതാട്ടോ ഞാൻ. എല്ലാത്തുമേ മുള വരുന്നുണ്ട്. സാധാരണ മണ്ണിൽ നട്ടാൽ മതി നമ്മൾ ഇതിൻ്റെ തണ്ടുകൾ. അതിന് ശേഷം ഇത് വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നല്ല പോട്ടിങ് മിക്സ് ആയിരിക്കണം ഇത് നടാനായിട്ട്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയും എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് കുമ്മായം, മണ്ണ് എല്ലാം മിക്സ് ചെയ്ത പോട്ടിങ് മിക്സിലാട്ടോ ഞാൻ പിന്നെ ഈ ചെടികൾ നടണത്. നമ്മളിതിന് കൊടുക്കേണ്ട വളങ്ങൾ എന്തെന്നാന്ന് വെച്ചാൽ, ജൈവവളം കേട്ടോ ഈ ചെടികൾക്ക് കൊടുക്കേണ്ട. ഇലച്ചെടികൾക്ക് ഞാൻ 6 മാസത്തിലൊരിക്കൽ ഉണക്ക ചാണകപ്പൊടി, കുറച്ച് കുമ്മായം, വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് മണ്ണ്, എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തത് ഒരേ കപ്പ് ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് വീട്ടിലുള്ള കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഈ മുട്ടയുടെ തോട് ഞാൻ പൊടിച്ച് കുറച്ചിട്ട് കൊടുക്കും. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ മോൺസ്റ്റീറ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആണല്ലോ. അപ്പോൾ ഇതുമ്പോൾ നിറയെ ഇലകളും ഇങ്ങനെ പൊടികൾ ഉണ്ടാവും. അപ്പം നമ്മളിത് വീടിൻ്റെ ഉള്ളിൽ വെക്കണതല്ലേ. അപ്പം നമ്മൾ ഇടയ്ക്കൊരു ടിഷ്യൂ കൊണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ തുടച്ചാണ്ട് നല്ല ഗ്ലേസിങ് ആയിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ മോൺസ്റ്റീറ ഡെലീസിയോസ എന്ന് പറഞ്ഞ ഈ ചെടിയെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് വരാം.